അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് നേരിട്ട് കണ്ടു. സത്യം പറഞ്ഞ ഒന്നല്ല 3 നേരിട്ട് കണ്ടു. അതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പൊ ബുദ്ധിയുള്ള കുറച്ച് ഫുട്ബോൾ ഫാൻസ് പറയും, ഡാ പൊട്ട ഇത് ഒറിജിനൽ വേൾഡ് കപ്പ് അല്ലാന്ന്. അറിയാം, അതെനിക്കറിയാം, ഇത് ഒറിജിനൽ അല്ല. ഫിഫ വേൾഡ് കപ്പ് ലോകത്തിൽ ഒരെണ്ണുള്ളൂന്നും അത് സ്വിറ്റ്സർലാൻഡിലാണെന്നും എനിക്ക് നന്നായി അറിയാം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ കാണുന്ന ഈ കപ്പുകൾ ഫേക്ക് ആണെന്നാണോ? ഈ കപ്പുകളും ഫേക്ക് അല്ല. ഈ കപ്പുകളെല്ലാം ഫിഫ ഒഫീഷ്യലി ജർമ്മനിക്ക് കൊടുത്തിട്ടുള്ള കപ്പുകളാണ്. എന്തായാലും ഇതെങ്കിലും കാണാൻ പറ്റിയല്ലോ, അതിൽ സന്തോഷമുണ്ട്. കൂട്ടത്തിൽ ജർമ്മനിക്ക് കിട്ടിയ വേറെ കുറെ കപ്പുകളും ജർമ്മൻ ഫുട്ബോൾ ഹിസ്റ്ററിയുടെ കുറെ മെമ്മോറിയൽസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ ആസ്വദിച്ച് നടന്നു. അവിടെ നടന്ന് കാണുമ്പോൾ മൊത്തം എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ സ്വന്തം ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് എടുക്കുന്നത്. 2026 ആരും ഇന്ത്യയിലേക്ക് കപ്പ് കൊണ്ടിരുന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടു. അത് കേട്ടപ്പോ എനിക്കൊരു ഇത്തിരി സമാധാനം കിട്ടി. അങ്ങനെ അവസാനം ജർമ്മൻ ഫുട്ബോൾ ഹിസ്റ്ററിയിലെ മെയിൻ ആൾക്കാരും കണ്ട് അവിടുന്ന് ഒരാറ്റ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ദൈവം എനിക്ക് വിശക്കണമെന്ന്. ഫുഡ് വേറെ ഫുട്ബോൾ വേറെ. പിന്നെ നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ജർമ്മനിയിൽ എത്തിപ്പെട്ടത് ഒരു കുഞ്ഞ് ഇന്ത്യയിലാണെന്ന്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് നേരിട്ട് കണ്ടു. സത്യം പറഞ്ഞ ഒന്നല്ല 3 നേരിട്ട് കണ്ടു. അതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പൊ ബുദ്ധിയുള്ള കുറച്ച് ഫുട്ബോൾ ഫാൻസ് പറയും, ഡാ പൊട്ട ഇത് ഒറിജിനൽ വേൾഡ് കപ്പ് അല്ലാന്ന്. അറിയാം, അതെനിക്കറിയാം, ഇത് ഒറിജിനൽ അല്ല. ഫിഫ വേൾഡ് കപ്പ് ലോകത്തിൽ ഒരെണ്ണുള്ളൂന്നും അത് സ്വിറ്റ്സർലാൻഡിലാണെന്നും എനിക്ക് നന്നായി അറിയാം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ കാണുന്ന ഈ കപ്പുകൾ ഫേക്ക് ആണെന്നാണോ? ഈ കപ്പുകളും ഫേക്ക് അല്ല. ഈ കപ്പുകളെല്ലാം ഫിഫ ഒഫീഷ്യലി ജർമ്മനിക്ക് കൊടുത്തിട്ടുള്ള കപ്പുകളാണ്. എന്തായാലും ഇതെങ്കിലും കാണാൻ പറ്റിയല്ലോ, അതിൽ സന്തോഷമുണ്ട്. കൂട്ടത്തിൽ ജർമ്മനിക്ക് കിട്ടിയ വേറെ കുറെ കപ്പുകളും ജർമ്മൻ ഫുട്ബോൾ ഹിസ്റ്ററിയുടെ കുറെ മെമ്മോറിയൽസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ ആസ്വദിച്ച് നടന്നു. അവിടെ നടന്ന് കാണുമ്പോൾ മൊത്തം എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ സ്വന്തം ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് എടുക്കുന്നത്. 2026 ആരും ഇന്ത്യയിലേക്ക് കപ്പ് കൊണ്ടിരുന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടു. അത് കേട്ടപ്പോ എനിക്കൊരു ഇത്തിരി സമാധാനം കിട്ടി. അങ്ങനെ അവസാനം ജർമ്മൻ ഫുട്ബോൾ ഹിസ്റ്ററിയിലെ മെയിൻ ആൾക്കാരും കണ്ട് അവിടുന്ന് ഒരാറ്റ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ദൈവം എനിക്ക് വിശക്കണമെന്ന്. ഫുഡ് വേറെ ഫുട്ബോൾ വേറെ. പിന്നെ നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ജർമ്മനിയിൽ എത്തിപ്പെട്ടത് ഒരു കുഞ്ഞ് ഇന്ത്യയിലാണെന്ന്.